സഹോദരന്മാരെ, അത് അമ്പലക്കടവ് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ശരിയാണ്, പക്ഷെ കിട്ടിയത് കാന്തപുരത്തിലായല്ലോ. ഒന്ന് കേട്ടോളൂ അദ്ദേഹത്തിന്റെ ഭാഷ. ഈ വിശദീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് ഞാനൊരു സത്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്രജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബുദാബി ഹസ്രജി ഫാമിലി അങ്ങനെ മുടിയുണ്ട് ഹമീദ് വൈസി പറഞ്ഞല്ലോ, അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ് ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ. അതെ, അത് നിങ്ങൾ ഈ ഖണ്ഡനവും സംവാദവും പഠിക്കാത്തത് കൊണ്ട് വന്ന അബദ്ധമാണ്. കാരണം ഞങ്ങൾ ഇബ്നു തൈമിയയുടെ കിതാബ് ചിലപ്പോൾ വായിക്കും, അങ്ങനെയല്ലേ? തറാവീഹ് 20 എന്നുള്ളതിന് ഞങ്ങളെ പണ്ഡിതന്മാരെ കിതാബൊക്കെ വായിച്ച് ചിലപ്പോ പറയും ഇബ്നു തൈമിയയും പറഞ്ഞിട്ടുണ്ട് തറാവീഹ് 20 എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ ആധികാരിക ആളാണെന്നല്ല. എല്ലാ ഫിത്നയും ഉണ്ടാക്കിയ ഇബ്നു തൈമിയക്കും അത് അംഗീകരിക്കേണ്ടി വന്നു എന്നാ അതിന്റെ അർത്ഥം. എന്നതുപോലെ എല്ലാ ഫിത്നയും ഉണ്ടാക്കുന്ന ഹമീദ് ഫൈസിക്കും ഇത് അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ബാക്കി കേട്ടോളൂ, അയാൾ അസുഖം നമുക്ക് തിരിയും. പറയും. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ അബുദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോട് സുഹൃത്ത് ഇടയ്ക്കിടെ പറയും, നമ്മുടെ ഹസ്രജിന്റെ വീട്ടിലൊരു മുടിയുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റബീഉൽ അവ്വലിലും പ്രദർശിപ്പിക്കും, റമദാനിലും പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധന, ഒന്ന് പോയി കണ്ടുടേക്കും. കാണാൻ പറഞ്ഞ് നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടൂല. കണ്ടങ്ങള് അള്ളാന്റെ റസൂലിന്റെ ഷയറുണ്ട് എന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് സമയം കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാടോ പിന്നെ സമയം കിട്ടിയത്? പറയണം നിങ്ങൾ, എന്തിനാ പിന്നെ സമയമുള്ളത്? അവക്ക് ബാക്കി എന്റെ മനസ്സിൽ സത്യസന്ധനായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വേരൂന്നി. ഞാൻ സ്വാഭാവികമായും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരിക്കും എന്റെ ധാരണ. ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഹസ്രജിന്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യാണ്, ഹസ്രജ് വഫാത്തായി പോയി, നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന വാർത്തയാണ് ടെലിഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത്. ഞാൻ സത്യത്തിൽ അത്ഭുത ശ്രദ്ധ കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി എത്തിച്ചേരോ? കണ്ടോ, ഇത് മാത്രമോ പ്രശ്നം. കാന്തപുരത്തിന് എങ്ങനെ എത്തിച്ചേരുമോ? ഞങ്ങൾ പറയുന്നു, കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അത് മാത്രമാണ് അതിന്റെ പ്രശ്നം. ഇന്ന് പ്രവാചകന്മാരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരേ ഒരു മനുഷ്യൻ മുസ്ലിം ലോകത്തിന്റെ നേതൃരംഗത്തുണ്ടെങ്കിൽ അത് ശൈഖുന കാന്തപുരം ഉസ്താദ് മാത്രമാണ് എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പറയുന്നു. അതാ ബാലുശ്ശേരിയെ കൊണ്ടെന്നാണ് പറയിപ്പിച്ചാൽ എന്താ? എല്ലാ രംഗത്തും റസൂൽ കാന്തപുരത്തെ എതിർക്കുന്ന ബാലുശ്ശേരി മൗലവി അയാൾ അറിയാതെ പറഞ്ഞുപോയി. അറിഞ്ഞോ അറിയാതെ നമുക്ക് അറിഞ്ഞൂടാ. അയാൾ പറയുന്നുണ്ട്, പ്രവാചകന്മാരെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ വന്നാൽ എല്ലാ ആളുകളുടെയും ചർച്ച ആ പ്രവാചകനെ കുറിച്ചാവും. ഇന്ന് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ പറയാ നമ്മളെ കുറിച്ചൊക്കെ ആർക്കറിയാം, ആർക്കെങ്കിലും അറിയോ? അവസാനം അയാൾ പറഞ്ഞു, അങ്ങനെ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് കാന്തപുരമാണ്. കേട്ടോളൂ. യാതെ പോയ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അങ്ങനെ നിങ്ങൾക്കും അറിയാം, ഇന്ന് എടുത്തു പറയാൻ പറ്റിയ ഒരു നേതാവുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദല്ലാതെ ഇല്ല. വളരെ വ്യക്തമായ അംഗീകാരം. ഇവരെ സെക്രട്ടറിനെ കാണിച്ച പണി നമ്മളടുത്തല്ലേ ചെമ്മാട് അല്ലേ? ചെമ്മാട്ടുകാരോടും ഞങ്ങൾ പറയുന്നു, ചെറുശ്ശേരി ഉസ്താദിനോടും പറയുന്നു, ഉസ്താദെ നിങ്ങളെ ബഹുമാനിക്കാൻ നിങ്ങളെ കൂടെയുള്ളവർക്ക് കഴിയൂല, അതിന് മാത്രം അവർ ഉയർന്നിട്ടില്ല. നിങ്ങൾക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ തന്നെ ഇപ്പുറത്തേക്ക് പോരി, അതാ നിങ്ങൾക്ക് നല്ലത്. പക്ഷേ ആ തെറ്റായ ആദർശങ്ങളൊക്കെ അവിടെ വെച്ചു പോന്നാ മതി, അതോടൊപ്പം വേണ്ട. എന്താണെന്നറിയോ?
ഈ ദാറുൽ ഹുദന്റെ സമ്മേളനം തുടങ്ങിയപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ആ സമ്മേളനം കഴിഞ്ഞ് അന്ന് രാത്രി 1 മണിയാകുന്നതിന് മുമ്പ് സമ്മേളനത്തിന്റെ മുഴുവൻ സീഡിയും ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിക്കണ്ട, നിങ്ങളെ ഉള്ളിലുള്ള പലരും നിങ്ങൾ തന്നെ വിശ്വാസമില്ലാത്ത ആളുകളാണ്. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പ്രസംഗിക്കുമ്പോ തുടക്കത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ആകെ കിടന്ന് വയലാണ്. കാരണം ആകെ എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നത് 20 മിനിറ്റാണ്. നോക്കുങ്ങള്, ഒരു സെക്രട്ടറിയോട് പറയാണ് മര്യാദക്ക് 21 മിനിറ്റ് ആവരുത്, 20 മിനിറ്റിൽ നിർത്തിക്കൊള്ളണം. ഹൈദറിൽ ശിഹാബ് തങ്ങളെ വിളിച്ചിട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് അതിലപ്പുറം പോരുത്. ആരാണ് ഈ സമയം നിശ്ചയിച്ചത്? വാലി തലയെ നിയന്ത്രിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ചെറുശ്ശേരിയുടെ വാക്കുകൾ കേട്ടോ, കഷ്ടം തന്നെയാണിത്. വേണ്ടപ്പെട്ട നിലക്ക് സംസാരിക്കുക കേട്ടതിന് ശേഷമേ നിങ്ങൾ പോകാവൂ. പിന്നെ ഓല് പറഞ്ഞത് അസൂയക്കാരുടെ പണിയാണ്. ഒരു പറയാം അതാണ് അസൂയക്കാരെ പണിയാണ്. അസൂയക്കാരെ പണിയാണെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുത്തൂടെ, അസൂയുണ്ട്. അപ്പൊ അസൂയക്കാരെ പണിയാൻ നമ്മളെ സമ്മതിച്ചു ആവട്ടെ. ഇനി ഇതൊന്ന് കേൾപ്പിക്കും. ഇതിന്റെ സഹസ്ഥാപനങ്ങളെ പറ്റിയും എല്ലാം നിങ്ങൾ ധാരാളമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഓരോ പ്രാസംഗികന്മാർക്കും ഇവിടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ അവറുകൾക്ക് 10 മിനിറ്റും എനിക്ക് 20 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ എന്ത് മുഖ്യമായ വിഷയമാണ് പറയേണ്ടത് എന്നെനിക്കൊരു പുടുത്തം കിട്ടാതെ ഞാൻ വയലുകയാണ്. പാവം ഒരു ജനറൽ സെക്രട്ടറിന്റെ അവസ്ഥയെപ്പതി നിങ്ങൾ നിന്ദിച്ചു നോക്ക്. നമ്മളൊരു പരിപാടി വെക്കുക, ഒരു AP ഉസ്താദിനെ ഉള്ളാത്തങ്ങളും വിളിക്കുക. ഉള്ളാത്തങ്ങളോട് നിങ്ങളൊരു 10 മിനിറ്റ് ഉണ്ടോ, AP ഉസ്താദിനോട് നിങ്ങളൊരു 20 മിനിറ്റ്. ഓന് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഞങ്ങളുടെ നേതൃത്വത്തിന്റെ പവറാണിത്. നേതാക്കളോട് അങ്ങോട്ട് കൽപ്പിക്കുകയോ ആ പണി ഞങ്ങൾക്കില്ല. ഞങ്ങൾ അനുസരണയുള്ള കാന്തപുരം ഉസ്താദിന്റെ അനുയായികളാകുന്നു. അതാണ് അനുയായി, അതല്ലാതെ വേറൊന്നുമില്ല. ഇനിയോ, ഇനി കേൾക്കണോ നിങ്ങൾക്ക്? അപ്പൊ അസൂയയുടെ പണിയാണെന്നും ഇതൊക്കെ വളരെ വ്യക്തമായി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നെ ഇവർക്കിടയിൽ ഒരു ആദർശ ഐക്യവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചോദ്യകർത്താക്കളൊക്കെ റെഡിയായിക്കോ, പ്രസംഗം വളരെ കുറച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ കിതാബുകളും ഉദ്ധരണികളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. റെഡിയായി. ദാറുൽ ഹുദയുടെ സന്തതികൾ തന്നെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ആ പ്രതീക്ഷ എന്താകുമെന്ന് ഇൻഷാ അല്ലാഹ് കണ്ടറിയാം. ഇരിക്കട്ടെ സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. പിന്നെ ഇവർക്കൊരു തർക്കം എന്താണ്? ഈ മുടി തിരുകേശം അത് ബർക്കത്തുള്ള കൈകളിലാണോ കിട്ടുക, അതോ എല്ലാവർക്കും കിട്ടുമോ? ഇന്ന് വരെ ഇവർ തീരുമാനമായിട്ടില്ല. ഇല്ല, അത് കാന്തപുരം ഉസ്താദിന് കിട്ടിയപ്പോ നമ്മളെ മുമ്പ് നമ്മൾ പുറത്താക്കപ്പെട്ട ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഹസൻ പൂക്കോട്ടൂർ മൗലവി എന്ന് പറയുന്ന ഒരാള്. അയാൾ പറയുന്നത് ഈ തിരുകേശം അതെല്ലാ കൈകളിലും കിട്ടൂല, ബർക്കത്തുള്ള ശറഫാക്കപ്പെട്ട കൈകളിലേ കിട്ടൂ എന്നാണ് അയാൾ പറയുന്നത്. അയാളെ മതം അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മുടെ കണ്ണാടിപ്പറമ്പ് പറഞ്ഞ പുതിയൊരാളുണ്ട്. നമ്മളെ എറണാകുളം ജില്ലയിൽ മത്സ്യക്കച്ചവടം ചെയ്യുന്ന ഒരു മൗലവി. അയാളാണ് മധ്യമേഖലാ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രാസംഗികൻ. ഇരിക്കട്ടെ, ആ മത്സ്യക്കച്ചവടക്കാരനായ മൗലവി അയാൾ പറയുന്നത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ തിരുമുടി കിട്ടിയത് കൊണ്ട് കിട്ടിയ ആൾ ശറഫാകണം എന്നില്ല എന്നാണ്. അപ്പൊ പരസ്പര വൈരുദ്ധ്യമായ ആദർശങ്ങളാണ് ഈ രംഗത്ത് അവർക്ക് പറയാനുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇവർക്ക് തന്നെ ഇതാരുടെയൊക്കെ കൈകളിൽ കിട്ടാമെന്നതിനെ കുറിച്ച് ഒരാദർശ ഐക്യമുണ്ടായിട്ടില്ല. 2-3 മൗലവിമാരെ ഞാൻ ഇങ്ങനെ സംയോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത് ഹസൻ സഖാഫിയാണ്, പിന്നെ വരുന്നത് ആരാണ്? കണ്ണാടിപ്പറമ്പ് മൗലവിയാണ്, പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട ഖാസിമിയും. വരട്ടെ. കണ്ട് സക്കരിയ സലാഹിയ എന്നാരും വിചാരിക്കണ്ട, സാധനം അത് തന്നെയാണ്. ശദീനാണ് പോയാ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ഇനി പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തന്നെ മുടി കളഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSF-ലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSF-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം. മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. ഇതാ പഠിക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലെ ഷറഫാക്കപ്പെട്ട ഒരു സാധനം കിട്ടി എന്നതുകൊണ്ട് കിട്ടിയാൾക്ക് ഷറഫുണ്ട് എന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടാം ഖിബിലയായ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കയ്യിലാവില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലെ വലിയ പെടല വെട്ടത്. ഇനി മുടിയിട്ട വെള്ളത്തിന് പ്രാധാന്യമല്ലേ ഉണ്ട്. എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. മുടി മർക്കസിലെത്തിയ അന്ന് മുതൽ പിടി തുടങ്ങിയതാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, മുടിയിട്ട വെള്ളമാണെങ്കിൽ ആദ്യം കുടിക്കുന്ന ആൾ ഞാൻ തന്നെ. സ്വഹീഹായ മുടിയാവണം, സനദ് ഉണ്ടാവണം. അതിവിടെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി പറഞ്ഞു, അത് പല ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. തുർക്കിയിലെ മുസ്തഫ കമാലിന്റെ നാട്ടിലുണ്ട്, തുർക്കിയിലുണ്ട്. അയാളാണ് ധാരാളം മോശപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് മോശപ്പെട്ടവരുടെ കൈകളിൽ വരുന്നതിനും അത്തരം ആധാറുകളൊക്കെ വരുന്നതിനും ലോകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മർക്കസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്നോ എ പി അബൂബക്കർ മുസ്ലിയാർ വലിയാണെന്നോ വരില്ല. അപ്പോ പരസ്പരം വൈരുദ്ധ്യമായ ആദർശങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. വേറൊന്നുകൂടി പറയാ, ഖാസിമിയെ പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പ്രത്യേകം പറയുകയാണ്. കോഴിക്കോട്ട് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അയാൾ മുങ്ങിയതാണ്. എവിടെയെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ പല സ്ഥലത്തും അയാൾ പ്രസംഗിക്കുമെന്ന് കരുതി, പക്ഷേ പ്രസംഗിച്ച് കാണുന്നില്ല. അദ്ദേഹത്തിന് സത്യം തിരിഞ്ഞോ ഞങ്ങൾക്കറിയില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ. പിന്നെ നമ്മളെ കണ്ണാടിപ്പറമ്പ് മൗലവി പറയുന്നുണ്ട്, മർക്കസില് മുടി കിട്ടിയത് കൊണ്ട് ഞങ്ങൾ അപ്പ തന്നെ പൊറുതികേടൊന്നും കാണിച്ചിട്ടില്ല, ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ പിന്നെ അബൂദാബിയിൽ പോയി നോക്കി, അപ്പയാണ് പിന്നെയും അവിടെ മുടി കണ്ടത്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടായത്. പച്ച നുണ പറയുന്നത് നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമായി. ഇവിടെ മർക്കസിൽ ഒരു മുടി കൊടുത്തു എന്നതുകൊണ്ട് ഞങ്ങളൊരു പൊറുതികേടും കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യമില്ല, ഞങ്ങൾ കാണിച്ചു. അതാണ് പ്രശ്നമായത്. ഇനി ബാക്കികൾ ആണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട എന്താ? ജനുവരിയിൽ സമ്മേളനം കഴിഞ്ഞു. സമ്മേളനം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുടിയുടെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ. അതിന് മുമ്പ് മുടിയുണ്ട് എന്ന് പറഞ്ഞ് സനത് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും മുണ്ടിയിട്ടില്ല. എന്നാ ഞങ്ങൾ അപ്പൊ തന്നെ പൊറുതികേട് കാണിക്കണം. ഇതെന്താ സനത് നിങ്ങൾക്ക് മുടി കിട്ടിയേ, അത് പറ്റൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹളം വെക്കണം. ബഹളം വെച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ UAE-യിലുള്ള ചില സ്നേഹിതന്മാർ, ചങ്ങാതിമാർ, വിശ്വസ്തരായ ചില ആളുകൾ പറഞ്ഞിരുന്നു, അവിടെ ഹസ്രജി ഫാമിലിയിൽ ഒരു റസൂലുള്ളാഹിന്റെ ഒരു മുടി പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് എത്ര എണ്ണവും കണ്ണൊന്നും അറിയില്ല. ഈ വിവരം പറഞ്ഞപ്പോ അമീദ് ഫൈസിയെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ഹസ്രജി ഫാമിലിയിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയത് നേരെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുന്നു. അത് അവിടെ ഉണ്ട് എന്നും ഇവിടെ കൊടുത്തു എന്നും ഞങ്ങൾ മനസ്സിലാക്കി. എന്നാൽ മർക്കതി കൊടുത്തതിന് ശേഷമുള്ള റബീഉൽ അവ്വലിൽ പിന്നെ അവിടെ പ്രദർശിപ്പിച്ചു. അപ്പോഴാ ഡൗട്ട് വന്നത്, അതെങ്ങനെയാ ഇവിടെ കൊടുത്ത മുടി അവിടെ പ്രദർശിപ്പിച്ചു? അപ്പോഴാ മനസ്സിലായത് ആ ഫംഗ്ഷന്റെ ക്ലിപ്പിംഗ്, നിങ്ങൾ ഇപ്പോ CD കാണുന്ന ക്ലിപ്പിംഗ്, അന്ന് അവിടെ നടന്ന ഫംഗ്ഷന്റെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയപ്പോഴാ ഇതെടുത്ത് നോക്കിയപ്പോഴാ മനസ്സിലായത് ഇത് മുടി 1 അല്ല, 10 അല്ല, 100 അല്ല, ഒരു ആയിരക്കണക്കിന് മുടിയുള്ള കെട്ടുകളാണ്. ഈ കെട്ട് അപ്പൊ എന്തായി? 1000 2000 എന്നൊക്കെ ഞാൻ കാണിച്ചത് ഇൻഷാ അല്ലാഹ്. നിങ്ങളവിടെ പോയി എണ്ണി വന്നതല്ലേ? നിങ്ങളെ എണ്ണത്തിന്റെ കറക്റ്റ് ഞങ്ങൾ പറഞ്ഞുതരാം. പച്ച നുണ പറയാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം. ഇപ്പൊ പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്താ പറഞ്ഞറിയോ? ഞങ്ങൾ മർക്കസിന് മുടി കിട്ടപ്പോഴൊന്നും എതിർത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അത് ശരിയാന്ന് ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. പിന്നെ പിറ്റത്തെ റബീഉൽ അവ്വലായപ്പോ ആ റബീഉൽ അവ്വലിൽ ഞങ്ങൾ അബൂദാബി ചെന്നു. അബൂദാബി ചെന്നപ്പോൾ അവിടെ ആ മുടി പിന്നെയുണ്ട്. അപ്പയാ ഞങ്ങൾക്ക് സംശയമായത്. പച്ച നുണ പറയാ. മർക്കസ് സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പട്ടിക്കാട് ജാമിഅ നൂരിയന്റെ സമ്മേളനമാണ്. അതിൽ വെച്ച് തന്നെ ആ മുടി അവർ എതിർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ നുണ പറഞ്ഞുണ്ടാക്കുന്നത്? ഇനി അമ്പലക്കടവ് പറയുന്നത് കേട്ടോ, അയാൾ പറയുന്നുണ്ട് പട്ടിക്കാട് വെച്ച് ഞങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒന്നും എതിർത്തിട്ടില്ല. കേട്ടോളൂ. ആ കാന്തപുരത്തിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ മുടി തന്നെ കൈമാറിയോ? എന്തായി സംഭവിച്ചത്? സ്വാഭാവികവും എന്നോട് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദെ അതിനെ എതിർത്ത് പ്രസംഗിക്കണം തന്നു. ഞാൻ പറഞ്ഞു, എതിർത്ത് പ്രസംഗിക്കാൻ പറ്റൂല, അതിനെക്കുറിച്ച് പഠിക്കണം, കാരണം അങ്ങനെ മുടി ഉണ്ട് ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട്. നമ്മളെ സത്യസന്ധതയാണത്. നിങ്ങളെ സത്യസന്ധതയല്ല, നിങ്ങളെ വഞ്ചന, കളവിലും വഞ്ചന. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? പട്ടിക്കാട്ട് ഞാനൊന്നും പറയൂല എന്ന് പറഞ്ഞു. പച്ച നുണയാണ്. പട്ടിക്കാട്ട് എന്താ ഇയാൾ പറഞ്ഞെന്നറിയോ? ഇയാൾ പറഞ്ഞു
കാന്തപുരത്തിന് ഇപ്പൊ പുതിയൊരു മുടി കിട്ടിയിട്ടുണ്ടത്രേ, അത് സ്വപ്നം കണ്ടിട്ടാണ് കിട്ടിയത് എന്ന് പേരോട് പറഞ്ഞിട്ടുണ്ട്. അതോടെ തീർന്നു അതിന്റെ കാര്യം. പട്ടിക്കാട് പറഞ്ഞതാ. എന്നിട്ട് ഇവിടെ വന്ന് പച്ചനുണ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേട്ടോ, പട്ടിക്കാട് പ്രസംഗം ഞങ്ങൾ ഏൽപ്പിച്ചു തരാം. അതിന്റെ ഓഡിയോ ആണുള്ളത്. അത് ഞാൻ പ്രസംഗിച്ച മറ്റൊരു സീഡിയിൽ നിന്ന് പട്ടിക്കാട് വെച്ച് നമ്മളെ ഹമീദ് ഫൈസി പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. പറയുന്ന ആൾക്കാർ കേട്ടോളും, ചോദിക്കണ്ട. പട്ടിക്കാട് ഒന്നാമത്തെ മുടി അവിടെ ഉണ്ട്, രണ്ടാമത്തെ മുടിന്റെ സ്ഥലത്ത് ഞാൻ പോയി. അവരുടെ ഒന്നാമത്തെ മുടിന്റെ സ്ഥലത്തേക്ക് പോയത് ആളുകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞാൻ രണ്ടാമത്തെ മുടിനെ കുറിച്ച് ഞാൻ പറയുകയല്ല. രണ്ടാമത്തെ മുടി കൈമാറിയ അറബ് സഹോദരൻ കൃത്യമായി അതിന്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ട് പേരോട് അബ്രഹ്മാൻ സക്കാഫിന്റെ മകൻ വിശദീകരണം. ഈ മുടി എങ്ങനെയാണ് എത്തിയത് നിങ്ങൾക്ക് അറിയോ? ആ വിശദീകരണം, ഈ മുടിയുടെ എത്തിയത് മഹാനായ അറബ് സഹോദരന് മദീന മുനവ്വറയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാന്തപുരത്തിൽ കൊടുക്കണം സ്വപ്നം കാണിച്ചു കൊടുത്തതാണ്. അപ്പത്തിന് ഒഴിയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കണ്ടോ നിങ്ങള്, അപ്പൊ തന്നെ പോയി അതിന്റെ കാര്യം. സ്വപ്നം കണ്ടിട്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞതോടെ പോയി എന്ന് പട്ടിക്കാട് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാ പട്ടിക്കാട് സമ്മേളനം മർക്കസിന്റെ സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് പട്ടിക്കാട് സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഇവര് പറഞ്ഞു അതിന്റെ കാര്യം അതോടെ പോയി. എന്നിട്ട് കണ്ണാടിപ്പറമ്പ് പറഞ്ഞത് എന്താ, അങ്ങനെയൊന്നുമില്ല, പിറ്റത്തെ റബീഉൽ അവ്വലിലായപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുടിയുണ്ട് എന്ന് തന്നെ മനസ്സിലായത്. എത്ര കളവാന്നറിയോ, എത്രയോ കളവുകളുടെ ഘോഷയാത്ര. കാരണം ഇവർക്കിത് നേരത്തെ അറിയാം. സഹോദരന്മാരെ, ഖസ്റജിയുടെ കയ്യിൽ ഒന്നിലധികം മുടികളുണ്ട് എന്നത് ഞങ്ങൾ പിന്നെ റബീഉൽ അവ്വൽ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്നല്ല പറഞ്ഞത്. അല്ല, കൊണ്ടുവാ അലവിക്കുട്ടി ഹുദവിയെ. ആരാ അലവിക്കുട്ടി ഹുദവി? നമ്മളെ ദാറുൽ ഹുദന്റെ സന്തതിയാണ്. ഇയാൾ നേരത്തെ ഫൈസൽ ഹസൻ ഇവിടെ വായിച്ചു. എന്ത്? ദാറുൽ ഹുദയിൽ നിന്ന് ഇവര് നേരെ അബൂദാബിയിൽ ഖസ്റജിന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു ആ മുടി ഞങ്ങൾക്കൊന്ന് തരുമോന്ന്. ഖസ്റജി പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിന് അങ്ങോട്ട് തന്നെ വിട്ടോളൂ, ആ മുടി അങ്ങനെ തരാൻ പറ്റൂല. അതുണ്ടായി. ഇതെന്നാ സംഭവം എന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം. അബൂദാബിയിലെ അഹ്മദ് ഖസ്റജി മർക്കസിൽ തിരുകേശം കൊടുക്കുന്നതിന്റെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് 2009 ഈ അലവിക്കുട്ടി ഹുദവി അബൂദാബിയിൽ പോകുന്നത് മുടിക്ക് വേണ്ടി. അതാണ് ഈ ദാറുലുദക്കാർക്ക് ഇതിൽ വലിയ അടങ്ങാറ്. പരമാവധി നമ്മുടെ ആളുകളൊക്കെ സഹകരിക്കണം. സഹോദരന്മാരെ, നമ്മുടെ വെന്നിയൂര് മുതൽ അങ്ങ് എടരിക്കോട് വരെ നീണ്ടു നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സഹകരിച്ചേ ഇതിന് പറ്റൂ എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ അലവിക്കുട്ടി ഹുദവി പറയുന്നുണ്ട് ഒരുപാട് കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. എന്ത്? അയാൾ 2009 പോയതും ഖസ്റജി മുടി കൊടുക്കാതെയായതും അഹ്മദ് ഖസ്റജി മഹാനാണെന്ന് പറയുന്നതും എല്ലാം കൂടി ഒന്ന് കേട്ടോളൂ. നിങ്ങൾ പറയുന്നത് അലവിക്കുട്ടി ഹുദവി പറയാം. തങ്ങളുടേതാണ് തെളിയിക്കപ്പെടണം. അപ്പൊ ഞാൻ ചുരുക്കി, ഞാൻ എന്റെ അനുഭവത്തിലേക്ക് പറയുന്നു. ഞാൻ അതിലേക്ക് തിരിച്ചു വരാൻ സമയം ചുരുക്കായതുകൊണ്ട് അങ്ങനെ അവിടെ മുടിയുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഖസ്റജി കുടുംബത്തിൽ ഈ അഹ്മദുൽ ഖസ്റജി കേരളത്തിലൊക്കെ മുമ്പും വന്നിട്ടുണ്ട്. കേട്ടോളൂ. ആദ്യമായിട്ട് ഇവർ അവതരിപ്പിക്കൊന്നുമല്ല. ഞങ്ങളും പറയുന്നത് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഇപ്പോ മുമ്പ് ഇസ്ലാമിക് അക്കാദമി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അന്തരിച്ചു പോയ ഖസ്റജി, പിതാവായ ഖസ്റജി, ഔഖാഫിന്റെ മിനിസ്റ്ററായിരുന്ന ഖസ്റജി ഒരു സമ്മേളനത്തിൽ ദാറുൽ ഹുദയിൽ ഒരു സമ്മേളനത്തിൽ പട്ടിക്കാട് ജാമിഅനൂരിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ യാത്രയിൽ അനുഗമിച്ചിരുന്നു ഈ അഹ്മദുൽ ഖസ്റജിയും. ഈ അഹ്മദുൽ ഖസ്റജിയും ദാറുൽ ഹുദയിലൊക്കെ വന്നിരുന്നു. 10 കൊല്ലൊന്നും ആയിട്ടുണ്ടാവില്ല ഇന്ന്. പക്ഷെ അങ്ങനെ റസൂലുള്ളാഹിന്റെ മുടി കൈവശമുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം പറയില്ലേ? ശരി. അപ്പൊ ഈ നടക്കണോടത്ത് അങ്ങനെ പറയല, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്നാൽ ഇവര് പറയാ ശംസുലമയൊക്കെ കണ്ടിട്ടുണ്ട്, ശംസുലമയോട് പറഞ്ഞിട്ടില്ല. ശംസുലമയോട് പറഞ്ഞിട്ടില്ല എന്ന് ആര് കണ്ടു? നിങ്ങൾ അറിഞ്ഞു? ഒരു എന്തൊക്കെയാ സംസാരിച്ചത്? പൊട്ടത്തരം മാത്രം പറയാന്നല്ലാതെ എന്താ? ഇനി ആൾ അനുഭവം പറയട്ടെ, കേട്ടോളൂ. വിദ്യാർത്ഥികളുമായോ ഞങ്ങളുടെ അഭിവന്ദരായ VC ബഹാവുദ്ദീൻ ഉസ്താദുമാരുമായോ മറ്റുസ്താദുമാരുമായോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയില്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വന്നു ചേർന്ന മുടിയാണ് എന്നുള്ളതിന് 101% തെളിവുകൾ ഇവിടെ എമ്പാടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ചുരുക്കി പറയും, മുടി ഉണ്ട് എന്ന് കേട്ടു, നമ്മളത് ബർക്കത്ത്, മുടി ഉണ്ടെങ്കിൽ അത് കാണണം, അത് ബർക്കത്തെടുക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ആ ദുബായ് അബൂദാബിക്ക് പോയത്. കൃത്യമായി ഓർക്കുന്നുണ്ട് ഞാൻ സംഭവം. ഒരുപാട് ഓർമ്മയുടെ അല്ലെങ്കിൽ വിസ്മൃതിയുടെ മാറാലക്കെട്ടുകളൊന്നും കെട്ടാനുള്ള സമയമായിട്ടില്ല. മാസങ്ങളെ ആയിട്ടുള്ളൂ. 2009 വിവരം കേട്ട് ഞങ്ങൾ നോമ്പ് തുറ ദുബൈയിൽ നിന്ന് കഴിഞ്ഞ് അബുദാബിയിലേക്ക് ഞങ്ങൾ പോയി. 2 വണ്ടിക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ പോയി. പോയ ആൾക്കാരെ പേരൊന്നും ഇവിടെ പറയുന്നത് പ്രസക്തമല്ലാത്തത് കൊണ്ട് ഞാനത് മുതിരിയല്ല, ഒക്കെ ഉണ്ടായതാന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ പോയി. ഇശാ നിസ്കാരത്തിന് ഞങ്ങൾ കുറച്ച് മസ്ബൂക്കങ്ങളായിട്ട് ആ പള്ളിയിലെത്തി. ഇശാ നിസ്കാരം തറാബിഹോട് നിർവഹിച്ചു. അത് കഴിഞ്ഞ് വളരെ സുന്ദരമായ ഒരു മജ്ലിസിന്റെ സദസ്സാണ്.
മജ്ലിസിന്റെ സദസ്സേ പോട്ടെ. ആ മജ്ലിസിന്റെ സദസ്സിൽ അങ്ങനെ അങ്ങ് എത്തിച്ചേരുമ്പോ തന്നെ റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഒന്നൊന്നുമല്ലട്ടോ കുറച്ചുണ്ടിട്ടോ എന്ന് നേരത്തെ ആ പ്രദർശന വേളയിൽ പങ്കെടുത്ത ചില ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പോ ഞാൻ അപ്പോൾ തന്നെ ഒരു ശ്രമം നടത്തി ഇന്ന് ഒന്നെങ്കിലും നമുക്ക് കിട്ടുമോ കണ്ടോ. എങ്ങനെയുണ്ട്? ഒന്നെങ്കിലും കിട്ടുമോ ഒരു ബാക്കി പറയും. ഞാൻ ശ്രമം നടത്തി, നിഷേധിക്കേണ്ട കാര്യമല്ല. അതിനാ എന്നെ പറ്റി ഇവിടെ ഒരുപാട് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ പറയുന്ന മറുപടിക്കാരൻ പറഞ്ഞു കെഞ്ചിയില്ലേ, കെഞ്ചിയിട്ട് കിട്ടാത്തപ്പോഴല്ലേ മുടി വ്യാജനായത്. അത് അസത്യമാണ് ഉള്ളത് പറയണല്ലോ. അത് അസത്യാണ്. ഇനി അത് സത്യാന്ന് മൂപ്പരെന്നെ പറയുന്നുണ്ട് കേട്ടോ. ബാക്കി കെഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ താണ് കേട്ട് ചോദിച്ചു എന്ന അർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. നമ്മൾ ചോദിക്കൂലേ റസൂലുള്ളാഹിന്റെ മുടിയാന്നുള്ള ധാരണയില്ല. എന്താ ചെയ്യാ, ഈ ജാതി വൈരുദ്ധ്യം മാത്രം. ഇതാരെ കുരുത്തക്കേടാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുരുത്തക്കേടാണ്. നിങ്ങൾക്കതാണ് പറ്റിപ്പോയത്. നിങ്ങൾ കെഞ്ചിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയില്ല. കാരണം കിട്ടാൻ മാത്രമുള്ള കൈകൾ നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ടാണ് അബദ്ധം സംഭവിച്ചത്. പിന്നെങ്ങോട്ട് വന്ന് അസൂയങ്ങോട്ട് മൂത്ത്. അത് നേരത്തെ പറഞ്ഞല്ലോ, കുറുക്കൻ പറഞ്ഞു മുന്തിരിയിലേക്ക് ചാടിയിട്ട് കിട്ടിയപ്പോ കിട്ടാത്തപ്പോ അത് പുളിക്കുന്ന മുന്തിരിയാണ് എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അനുഭവം. അപ്പൊ പിന്നെന്താ ഉണ്ടായത്? പിന്നെ പെടുന്ന അങ്ങോട്ട് പറ്റിക്കൽ നാടകം തുടങ്ങി. അതും കൂടി കേൾപ്പിച്ച് ഞാൻ നിർത്തും. പറ്റിക്കൽ സമൂഹം മാത്രം ഇവിടെ ഉണ്ടായി. കാസിമി പറയുന്നുണ്ട് അമ്പലക്കടവ് കാന്തപുരത്തെ പറ്റിച്ചതാണ്. പറ്റിക്കൽ കമ്പനിയാണ് ഇതെന്ന് മനസ്സിലാക്കാനാണ് ഞാനത് വെച്ചിരുന്നത്. ഒന്ന് കേൾപ്പിക്കുമോനെ. വീട്ടില് മുടിയുണ്ട് എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് ഏപ്പിക്ക് ഹമീദ് ഫൈസിയെ ഇത്തിഫായിച്ചില്ല. സത്യത്തിൽ പറ്റിച്ചാളാണ് ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഹസ്രജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഹസ്രജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഹസ്രജിയുടെ മുടിയെ പറ്റി പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു മുടിയെ പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം. അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് ഹമീദ് ഫൈസിയ. എന്നാൽ ഹമീദ് ഫൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്തു. പച്ച നുണ പറയാ. രേഖകൾ അവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? നമ്മൾ നേരത്തെ കേട്ടില്ലേ? ഇനി പറയും. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു ഹസ്രജിയുടെ വീട്ടിലെ മുടിയാണെങ്കിൽ സ്വീകരിക്കാൻ ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഹമീദ് ഫൈസി നിങ്ങളെ ഇത്ര വലിയ ആളല്ലേ, നിങ്ങൾ അംഗീകരിക്കും. ഞാൻ വന്ന ഉടനെ ഹമീദ് ഫൈസിയോട് പറഞ്ഞു നിങ്ങൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. കാരണം ഹസ്രജിയുടെ വീട്ടിൽ മുടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഹമീദ് ഫൈസി പറഞ്ഞു, അസസ് ഞാനുണ്ട്. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാ. അപ്പൊ എന്തായി? പറഞ്ഞത് എങ്ങനെയാ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളെ വിശദീകരണം ആവശ്യമില്ല. നോക്ക്, നിങ്ങൾ നോണ പറയാനായിട്ട് ഇഹ്റാൻ കിട്ടി വന്നതാ തന്നെ. ഇയാൾ പറഞ്ഞു ഓരോന്നെടുത്താൽ നിങ്ങൾക്ക് കാണാം. എന്ന് മാത്രല്ല, നേരത്തെ ഫൈസൽ ഹസൻ ഇവിടെ സൂചിപ്പിച്ചു, EK വിഭാഗം എല്ലാവരും ഇതിന് അനുകൂലമെന്ന് ആരും മനസ്സിലാക്കണ്ട. വളരെ കുറഞ്ഞ ഒരു ന്യൂനപക്ഷം 2, 3, 4 ആളുകൾ, അസൂയമൂത്ത ആളുകൾ, അത്രേ ഉള്ളൂ. ഹാസിം എന്നെ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? എന്നോട് പോകരുത് ഈ പ്രഭാഷണത്തിൽ എന്ന് പലരും പറഞ്ഞിരുന്നു, പല ഉന്നതരും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ വന്നതാണ്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഞാനൊരു SKSF എന്നെ വിളിച്ചത് കൊണ്ട് മാത്രം വന്നതല്ല. ഇന്നലെ രാത്രി പോലും ഈ പരിപാടിക്ക് പോകരുത് എന്ന് ഉന്നതന്മാരായ പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോകരുത്, നിങ്ങളെ പറ്റി ഇന്ന ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്, ഇനി പോകരുത്. ഇന്നലെ രാത്രി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് കാസിമിയോട് നാളെ ആ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. കുറച്ചു കാലമായി എതിരൊന്നും പറയാത്തത് കൊണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ്. നേരം വെളുത്തപ്പോൾ ഒരു ഉഷാറോട് കൂടി ആ ഉഷാർ തന്നത് സാക്ഷാൽ ഇബ്ലീസാകുന്നു. അല്ലാതാരാ? റസൂലുള്ളാഹിന്റെ തിരികേശത്തെ കുറിച്ച് പറയാൻ പോകരുതെന്ന് ഉന്നതന്മാര് എന്ന ഞങ്ങളെ കൂട്ടത്തിൽ ആരും വിളിച്ചു പറയില്ലല്ലോ. നിങ്ങളാളുകൾ തന്നെയല്ലേ? അസ്മി ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും പോകുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവണമെങ്കിൽ ആദ്യം കാന്തപുരം ഉസ്താദിന്റെ കാല് പിടിച്ചിട്ട് വേണം പോകാൻ എന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇരിക്കട്ടെ, ഇനി നിങ്ങൾ കേട്ടോ സഹോദരന്മാരെ, അങ്ങനെ എല്ലാരും പറ്റിച്ച്, പത്രക്കാരും പറ്റിച്ച്. പത്രക്കാരോട് പറഞ്ഞ് അഹമ്മദ് ഹസ്രജിന്റെ ജ്യേഷ്ഠൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ പത്രക്കാർക്ക് കൊടുത്ത കത്തൊന്ന് വേറെ, നമ്മളെ കത്തുണ്ടാവില്ല,
ആ കത്ത് ദാറുൽ ഹുദയിൽ വന്ന് വായിച്ചപ്പോ വേറൊരു കത്ത്. അപ്പൊ ഇയാള് ഇതാണ് നമ്മളെ പത്രക്കാർക്ക് വിതരണം ചെയ്ത കത്ത്. ഈ കത്തും ദാറുൽ ഹുദയിൽ വായിച്ച കത്തും രണ്ട്. അപ്പോ മിനിയാന്ന് ഇയാള് പത്രസമ്മേളനം നടത്തിയപ്പോ പത്രക്കാർ ചോദിച്ചു, അല്ല രണ്ട് കത്തായാലും നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഇയാൾ പറഞ്ഞു, ആദ്യം ഒരു കത്തയച്ചു, പിന്നെന്തുണ്ടായതാണെന്നറിയോ, പിന്നെ അത് വിശദീകരിച്ച് അയാൾ തന്നെ വേറെ കത്തെഴുതിയതാണ്. അപ്പൊ പത്രക്കാരൻ ചോദ്യം, അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും ഡേറ്റ് 28-ാം തീയതിയാണല്ലോ. പിന്നെ മിണ്ടാട്ടില്ല, കഴിഞ്ഞു അതോടെ കാര്യം. നോക്ക്, നിങ്ങൾ എന്തിനാ ഈ കളവ് പറയുന്നത്? ഒരു പത്രക്കാരെ മുന്നിൽ, അതും ഒരു ഡോക്ടറേറ്റ് കിട്ടി എന്ന് പറയപ്പെടുന്ന ഒരാള് ഇത്ര ബുദ്ധിമുട്ടാകുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് തന്നെ ഒരു സഹതാപം തോന്നിയിട്ടുണ്ട്. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. നന്നാക്കുമാറാട്ടെ. നമ്മൾ ദ്വാരുന്നോണ്ട് നന്നാവും നിങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇക്കുറി പ്രബോധനത്തിലാ മൂപ്പര് അഭിമുഖം കൊടുത്തത്. നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പത്രത്തിൽ എങ്ങനെ ബഹാവുദ്ദീന്റെ ലേഖനം വന്നത്. ഈ സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്ന് മമ്പുറം മഖാമിൽ നിന്നുള്ള വരുമാനം പോലും എടുത്ത് ജീവിക്കുന്ന ബഹാവുദ്ദീൻ മമ്പുറം മഖാമിനെ ശിർക്കിന്റെ കൂടാരമെന്ന് വിശേഷിപ്പിച്ച ആ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രബോധനത്തിൽ അഭിമുഖം കൊടുക്കുന്നത് എങ്ങനെയാ? പറയണം നിങ്ങൾ മറുപടി. എന്ത് തോന്നിവാസവും ചെയ്യാനാ? കാന്തപുരത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി. അള്ളാഹു ഞങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനിയോ, ഇനി എല്ലാവരെയും പറ്റിച്ച്, കൂട്ടത്തിൽ ആരെയും പറ്റിച്ചറിയൂ? ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ശിഹാബ് തങ്ങളെയും പറ്റിച്ച് നോക്ക്, നിങ്ങൾ എല്ലാവരെയും പറ്റിച്ച്, പത്രക്കാരെ പറ്റിച്ച്, അതുപോലെ തന്നെ ഈ ജനങ്ങളെ മുഴുവനും പറ്റിച്ച്, കാന്തപുരത്തെ പറ്റിച്ചു എന്ന് ഖാസിമി പറഞ്ഞു. ഹൈദർ അലി തങ്ങളെയും പറ്റിച്ച്. തങ്ങള് നല്ല മനസ്സുമായി ജീവിക്കുന്ന ഒരു മഹാനാണല്ലോ. അപ്പൊ തങ്ങൾക്കെതിരെ, തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കെതിരെ പറയിപ്പിച്ചാൽ നമ്മൾ തങ്ങൾക്കെതിരെ അടുത്ത ദിവസം പ്രസംഗിക്കുന്നതാണ് ഈ സാധുക്കൾ മനസ്സിലാക്കിയത്. ഓ കൂട്ടരെ, ഞങ്ങളും നിങ്ങളും പഠിച്ച സ്കൂൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ആ വിഷയമായി ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ അഹ്ലുൽ ബൈത്തിനെ എതിർക്കാൻ ഞങ്ങളെ ഏർപ്പാടല്ല. ഞങ്ങൾക്കത് ക്ലാസ് എടുത്തു തന്നത് ഞങ്ങളെ സുലൈമാൻ ഉസ്താദും ഞങ്ങളെ പ്രഗത്ഭരായ ആലിമീങ്ങളുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ പിടുത്തം കിട്ടി, അത് സയ്യിദ് അവറുകളെ വഞ്ചിച്ചതാണ്. വഞ്ചിക്കുന്ന കോല ഞാൻ കാണിച്ചു തരാം. അബൂദാബിയിൽ നിന്ന് ഏതോ ഒരാള്, ഖദർജി കുടുംബം നേരത്തെ ഒഴിവാക്കിയ ഒരാളെ കത്തുമായിട്ട് വന്ന് തങ്ങളോട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദാറുൽ ഹുദന്റെ സമ്മേളനത്തിൽ നിന്ന് ഒരു കളി. ആര്? നമ്മളെ VC നടത്തുന്നു. നോക്കിക്കോളൂ നിങ്ങൾ. VCന്റെ ഫുൾ ഫോം വേറെണ്ടത് ഞാൻ പിന്നെ. കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട്ട് പ്രസ് ക്ലബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ പത്രസമ്മേളനം നടന്നതോടുകൂടി ചില കേന്ദ്രങ്ങളിലൊക്കെ വലിയ പരിഭ്രാന്തിയും വേവലാതിയും തൽക്ഷണം പടർന്നു പിടിച്ചതായി അറിഞ്ഞു. ഞങ്ങൾക്ക് എന്ത് പത്രസമ്മേളനം ചങ്ങാതിമാരെ? പത്രസമ്മേളനം എങ്ങനെ നടത്താൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് AP ഉസ്താദല്ലേ? ഇനി ബാക്കി പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ ഒരു ഡോസ് എന്ന നിലയ്ക്ക് അവിടെ ഒരു കത്ത് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കത്ത് വ്യാജമാണ് എന്ന പ്രസ്താവന വരികയുണ്ടായി. ഇതാണ് കത്ത്. ഈ കത്ത് ആദ്യമായി മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കൊണ്ടും സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ കൊണ്ടും അറ്റസ്റ്റ് ചെയ്യിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന്റെ അവസാനം ഒപ്പിട്ടിരിക്കുന്നത് നീലമഷിയിലാണ്. അറ്റസ്റ്റ് പറഞ്ഞാൽ എന്താ ഡോക്ടറെ? അറ്റസ്റ്റ് പറഞ്ഞാല് ഒരു കോപ്പി ഇങ്ങനെ കാണിച്ചതാ അതിൽ നീലമഷിയാണെന്ന് പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കലാ? എന്ത് അയാൾ കാണിക്കുന്നു? തങ്ങളവറുകളെ പറ്റിക്കുന്നത്. ഹസനുബിന് ഷേഖ് മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നു ഷേഖ് ഹസൻ അൽ ഖസ്റജി, ഒപ്പ് 28/4/2011. ഇതവരെ കാണിച്ചു കൊടുക്കണം. നീലമഷി കൊണ്ടിട്ട ഒപ്പാണ്. തങ്ങളവറുകളെ പറ്റിക്കാൻ വേണ്ടി ഫോണ് ഘട്ടങ്ങള്. അത് പറ്റിക്കല്ലൊരു തെക്കുബീറും. നോക്ക്, തങ്ങളവറുകളെ പറ്റിച്ചു. അത് ഏതോ ഒരു കത്ത്, വ്യാജ കത്ത് കൊണ്ടുവന്ന് തങ്ങളവറുകളെ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചത്രേ. എന്താ അറ്റസ്റ്റ്? അതൊന്നും ചങ്ങാതിമാർക്ക് അറിഞ്ഞൂടാ. തങ്ങളവറുകളെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇതാ ഞാനൊരൊറ്റ വാക്ക് വായിച്ചു തരാം. തങ്ങളവറുകൾ ഞങ്ങൾക്കെതിരെ നിങ്ങളെ സമ്മർദ്ദം കൊണ്ട് പറയുമെന്ന് ഞങ്ങൾ ഇനി മനസ്സിലാക്കുന്നില്ല. ഇതെന്താ സാധനം? കലാകൗമുദിയാണ്. ഞങ്ങൾ ഇറക്കുന്ന പത്രമല്ല കേട്ടോ. ഇതിൽ കാണാ ഒരു ജനതയുടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ശിഹാബ് തങ്ങളുടെ അനുഭവം എഴുതിയ ഈ കലാകൗമുദിയിൽ ഒരു ലേഖനം. ഞങ്ങളുടെ ഉപ്പ ആരാ ലേഖനം എഴുതുന്നത്? പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ മകൻ എഴുതിയ ലേഖനമാണ് ഞങ്ങളുടെ ഉപ്പ. ഇതിലൊരു കാര്യം കാണുന്നതാണെന്നറിയോ? കോഴിക്കോട്ട് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ശിഹാബ് തങ്ങൾ വന്നപ്പോ
വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു പോകാൻ പാടില്ല, അവിടെ കാന്തപുരം ഉണ്ടാവട്ടോ. അപ്പൊ തങ്ങളവരുകൾ പറഞ്ഞത്രേ, എനിക്ക് കാണുന്നെ വേണം, ഞാൻ പോവാണ്. ഞാൻ വായിച്ചു തരാമത്. ശിഹാബ് തങ്ങളുടെ ഈ സ്വന്തം മകൻ എഴുതുന്നതാണ് കേട്ടോ. കോഴിക്കോട്ടെ ചില ഖാസിമാരുടെ ഒഴിവിലേക്ക് പുതിയ ഖാസിമാരെ തീരുമാനിച്ചിരുന്നു. ചില ഖാസിമാരെ നിർദ്ദേശിച്ചതിൽ ഒരാൾ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഉപ്പ വരണമെന്ന് നിർബന്ധം പിടിച്ചു. വരാമെന്ന് ഉപ്പ ഏൽക്കുകയും ചെയ്തു. അതിനിടക്കാണ് ഉപ്പ അവിടെ പോകരുതെന്ന് ചിലർ നിർബന്ധം പിടിച്ചത്. കാന്തപുരം അവിടെ വരും, കാന്തപുരത്തിന്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വരും എന്നായി എതിർപ്പുകാരുടെ വാദം. ഉപ്പയാണെങ്കിൽ ഞാൻ ഏറ്റുപോയതാണെന്നും അയാൾ എന്റെ ബന്ധു കൂടിയാണെന്നും പറഞ്ഞു. അവിടേക്ക് പോകുന്ന വഴി ഉപ്പയുടെ കാർ വിഭാഗത്തിലെ ആളുകൾ തടഞ്ഞു. ഉപ്പ പറഞ്ഞു, എനിക്ക് കാന്തപുരത്തെ കാണണം, എനിക്ക് കാന്തപുരത്തെ കാണണം. പിന്നെ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്ന ആളായിരുന്നില്ല ഞങ്ങളുടെ ഉപ്പ. മുനവ്വറിൽ ശിഹാബ് തങ്ങൾ സ്വന്തം ഉപ്പയായ ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പങ്കുവെക്കുന്നു. ഇതിന്റെ 2 പേജ് മറിച്ചാൽ ഹൈദരലി ശിഹാബ് തങ്ങൾ പറയുന്നു, ശിഹാബ് തങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുക. അപ്പൊ സംഗതി കൃത്യമായി. നിങ്ങളെ ഈ ഇരുട്ടിന്റെ ശക്തികളായ നിങ്ങളുടെ കളി ഇനിയും ലോകത്ത് നടക്കുകയില്ല എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ജനങ്ങളൊക്കെ അത് മനസ്സിലാക്കി. ഒരാളെ നിങ്ങൾക്ക് കിട്ടൂല, ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കിട്ടൂല, ഒരാളെയും കിട്ടൂല. നിങ്ങൾ 3-4 അസൂയക്കാരിങ്ങനെ കൂടിയിട്ട് വട്ടം കറങ്ങിയിട്ട് തല കറങ്ങി വീഴേണ്ടി വരും കേട്ടോ. അവിടേക്കാണ് സമൂഹം നിങ്ങളെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒന്നും കൂടി പറയാം. ബിറ്റു എന്നൊരാള്, അത് വെക്കുമാനെ നമ്മളെ അമ്പലക്കടവ് ബിറ്റു എന്ന് പറയുന്ന ഭാഗം ഒന്ന് വെക്ക്. 15-ാമത്തെ ഇങ്ങെടുത്തോ നോക്കട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മളെ സ്റ്റേജിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്ന പല വ്യക്തികളും ഇന്ന് ഞങ്ങളുടെ സ്റ്റേജിലുണ്ട് എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അമ്പലക്കടവിന്റെ വലം കൈയായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട സുഹൃത്ത് അബ്ദുസ്സമദ് അൻവരി കീഴ്ശേരി നിങ്ങളോട് പരിചയപ്പെടും. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകൾ ആ കൂടാരം വിട്ട് പുറത്തിറങ്ങുന്നുണ്ട് എന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടോളൂ, ഇയാൾ പറയുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മൾ അതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അള്ളിയായിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ. ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് നുണയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. മർക്കസിലുള്ള തിരുമുടിയിട്ട വെള്ളം 5 കാശിന് ഞങ്ങൾ വിറ്റതായി തെളിയിച്ചാൽ ഞങ്ങളുടെ ഉള്ളൻ കയ്യിൽ നിന്ന് ഞങ്ങൾ രോമം പറിച്ചു തരും കേട്ടോ. തയ്യാറുണ്ടോ നിങ്ങൾ? പച്ച നുണ പറയാം. നമ്മളെ കാസിമീൻ കൊണ്ടുപോവാ, വിറ്റാൾ ആരാ നിങ്ങൾ കാണിച്ചു തരാ. 25,000 രൂപക്ക് വിൽപ്പന. അതും എവിടെ? ഏത് മുടി? ഭാഗത്തും ഈ മുടിയുണ്ട്, വെല്ലൂരിലുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ കണ്ടോ എത്ര റുപ്യക്കാ വിറ്റത്? 25,000. എന്നാൽ 2011 ഏപ്രിൽ 29 ഈ ചന്ദ്രികയിൽ പറയുന്നു, വെല്ലൂരിലെ മുടിക്കും സനദില്ല. മടക്കി കൊടുക്കുക. 25,000 മടക്കി കൊടുക്കണം. 25,000 നിങ്ങൾ മടക്കി കൊടുക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ആരും തെറ്റിദ്ധരിക്കരുത്. അസൂയ എന്ന് പറയുന്ന ഒന്ന് മാറ്റിവെച്ചാൽ എല്ലാവർക്കും ഇത് അംഗീകരിക്കാം. അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കുന്നു. ഈ സദസ്സിനോട് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? ഒരു കാരണവശാലും നമ്മുടെ ഈ വേദിയിൽ സദസ്സ് ഈ വിഷയത്തിൽ ഇടപെടരുത്. നമ്മുടെ പരിപാടിയുടെ സുഗമമായ നീട്ടിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമാണ്. അതുകൊണ്ട് ചോദ്യകർത്താക്കളോടും പറയുന്നു,
നല്ല രൂപത്തിൽ. നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാം, തിരുകേശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരെല്ലാവരും നമ്മുടെ സദസ്സിലുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാമെന്ന് പറയുന്നു. ചോദ്യകർത്താവിന്റെ പേരും അവരുടെ സ്ഥലവും പറയണം. അത് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും വളരെ നിശബ്ദയോടെ നിൽക്കുക. ഞങ്ങൾ പറഞ്ഞു, നല്ല മനസ്സോടെ ചോദിച്ചാൽ നല്ല രൂപത്തിൽ ഉത്തരം കിട്ടും. ഞങ്ങളെ ക്ലോസ് ചെയ്യാനാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങോട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ അത് വേണ്ട, നമുക്ക് സൗഹാർദ്ദപരമായി തന്നെ ഇൻഷാ അല്ലാഹ് ചർച്ച നടത്താം. നിങ്ങൾ ചോദ്യകർത്താക്കളായി വന്ന ആളുകൾ നമ്മൾ വളരെ മാന്യമായി നിങ്ങളെ സ്വീകരിക്കുന്നു. അല്ലാഹു തആല നിങ്ങൾക്കും നമുക്കുമൊക്കെ നല്ലത് ചിന്തിക്കാനും പറയാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു രംഗത്തും നിങ്ങൾ ആരെയും ഞങ്ങൾ കുറ്റം പറയുകയോ ഒന്നുമില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വന്നതിന് വളരെ നന്ദി. അതുകൊണ്ട് സുഹൃത്തുക്കളായി നിങ്ങൾ ചോദ്യം ചോദിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് മൊയ്തു എന്നാണ്. നാട് തലശ്ശേരി, കണ്ണൂർ ജില്ല, പാനൂർ. ഞാൻ ചോദിക്കുന്നത് ഒരു വിവാദമായ ഒരു വിഷയത്തിലേക്കുള്ളതല്ല. എന്നിരുന്നാലും ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം എന്നറിയപ്പെടുന്ന ഈ മുടി മർക്കസിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഉണ്ട് എങ്കിൽ ജനമധ്യത്തിൽ അത് വ്യക്തമായി അതിന്റെ സനദും മറ്റുള്ളതെല്ലാം ജനങ്ങൾക്ക് തുറന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പിന്നെ അതിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഇന്ത്യയിൽ കേരളക്കരയിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മൊത്തത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം പള്ളികൾ ഇപ്പോൾ മുഴക്കിനായിട്ട് പള്ളികൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പല വിഭാഗക്കാരതും. അപ്പോൾ എന്തിനാണ് 40 കോടി രൂപ? ജനങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ഉസ്താദന്മാർ മനസ്സിലാക്കുക. ഈ 40 കോടി രൂപയുടെ പള്ളി എന്തിനാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറുപടി പറയും. ഒന്നാമതായി ചോദിച്ചിരിക്കുന്നത്, മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന മുടി അതിന് സനദുണ്ടോ എന്നാണ് സഹോദരന്റെ ചോദ്യം. ഞങ്ങളെ മറുപടി, സനദുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സനദ് ഞങ്ങളുടെ കൈവശം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വായിച്ചു തരും എന്ന് സുഹൃത്തിനോട് ഓർമ്മപ്പെടുത്തുന്നു. ഇല്ലാതെ ഞങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ 40 കോടിയുടെ പള്ളി എന്തിനാണ് എന്നാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ സ്വഹാബത്ത് അവർക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയുമോ അതെല്ലാം കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിലൂടെ ഞങ്ങളെ ആദരിച്ചു എന്ന കാരണം കൊണ്ട് എല്ലാം കൊടുത്തു. അവിടെ 40 കോടി എന്ന ഒന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശം നമ്മുടെ കേരളത്തിലേക്ക് എത്തി എന്ന മഹത്തായ സന്തോഷം നമുക്കുണ്ടായപ്പോൾ അത് സംരക്ഷിക്കാനും അവിടെ വരുന്ന ആളുകൾക്ക് സഹോദരന്മാരെ നിസ്കരിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയാണ് അങ്ങനെ ഒരു 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നത്. അതും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടല്ല, സുന്നികളായ ആളുകളിൽ നിന്ന് നല്ല രൂപത്തിൽ നമ്മൾ പിരിച്ചെടുത്ത് ആവശ്യമുള്ളവർ, സൗകര്യമുള്ളവർ, കഴിവുള്ളവർ ചെയ്ത് സംഭാവന ചെയ്തിട്ടാണ് അതുണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച മർക്കസിന്റെ കമ്മിറ്റി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. 40 കോടി എന്ന് പറഞ്ഞാൽ പുറത്ത് കേൾക്കുമ്പോൾ വലിയ സംഖ്യയാണെങ്കിലും മർക്കസിനെ സംബന്ധിച്ചിടത്തോളം 40 കോടി ഒരു വസ്തുവല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. കാരണം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദ് തന്നെ പറഞ്ഞത് 40 കോടിയാണ് ഞങ്ങൾ പള്ളിക്ക് വേണ്ടി. എന്നാൽ മർക്കസിന്റെ 33 വർഷത്തെ ഈ ചരിത്രത്തിൽ 1000 കോടിയിലേറെ രൂപ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ്. 1000 കോടിയിലേറെ പാവങ്ങളെ സഹായിക്കാൻ, അതുപോലെ തന്നെ പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം കൂടിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ആ പവറും പെരുമയും ഉയർന്നു കാണുന്ന രൂപത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ അത്ഭുതമാകുന്ന രൂപത്തിലുള്ള ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് അഷ്റഫുൽ ഖൽഖിനോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്താനാണ് എന്ന് സഹോദരനോട് വളരെ മാന്യമായി നമ്മൾ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും. കൂട്ടത്തിൽ ഒന്നും കൂടി അറിയിക്കുന്നു, ഇപ്പോൾ വലിയ
പള്ളിയെ സംബന്ധിച്ചാണ് ഇവിടെ ചോദിച്ചത്. ഇത് സുന്നി അഫ്കാർ 2000 വർഷത്തിൽ ഇറങ്ങിയതാണ്. ഇതിൻ്റെ 31-ാം പേജിൽ പിണങ്ങോട് അബൂബക്കർ എഴുതുന്ന ഒരു ലേഖനമുണ്ട്. വലിയ പള്ളി എന്നാണ് ഇതിൻ്റെ ഹെഡിങ് തന്നെ. അഥവാ അബൂദാബിയിൽ ലോകത്തിൽ ഏറ്റവും വലിയ പള്ളികളിൽ നിന്ന് അബൂദാബിയിൽ ഉയർന്നു വരും എന്നിങ്ങനെ തുടങ്ങി അബൂദാബിയിൽ ഉയർന്നു വരുന്ന ആ വലിയ പള്ളി മുസ്ലിം ലോകത്തിന് അഭിമാനമാണെന്ന് അറിയിച്ചുകൊണ്ട് വലിയ പള്ളി എന്ന ഹെഡിങ്ങിൽ സുന്നി അഫ്കാർ 2000-ൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ 2000-ലും ചോദിക്കാവുന്നതാണ്, അതിനു മുമ്പും ഉണ്ടാകേണ്ടതാണ്. അന്നൊന്നുമില്ലാത്തൊരു ചോദ്യം ബഹുമാനപ്പെട്ട AP ഉസ്താദ് എടുക്കുമ്പോൾ മാത്രം വരിക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കൂടാതെ ഇത് ചന്ദ്രികയുടെ ആഴ്ച പതിപ്പാണ്. ഇതിൽ മൊറോക്കോ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ മൊറോക്കോയിലെ ചരിത്രപ്രസിദ്ധമായ കസുബലാക്കോ നഗരത്തിൽ ഷാഹസൻ 2ാമത് നിർമ്മിച്ച മസ്ജിദ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നു എന്ന് പറഞ്ഞ് ആ പള്ളി അബൂദാബിയിലെ പള്ളിയിനേക്കാൾ വലുതാണ്. 2010 ഏപ്രിലാണിത്. അപ്പോൾ ചന്ദ്രികയിലും അഫ്കാറിലും ഒക്കെ ഇതൊക്കെ ലോകത്തുള്ള ജനങ്ങൾ മൊത്തം മനസ്സിലാക്കുന്നതാണല്ലോ. ലോകത്ത് വലിയ മുസ്ലിം പള്ളികൾ വരുന്നത് ഇസ്ലാമിന് അഭിമാനമാണ്. അതിൻ്റെ സാഹചര്യങ്ങൾക്കാണ്, അതനുസരിച്ചാണ് വരുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നുമില്ലാതെ കോഴിക്കോട് സിറ്റി ഇനിയും വലുതാവുന്നതുമാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്താം. അതൊന്നുമില്ലാതെ ഉസ്താദ് എടുക്കുമ്പോൾ മാത്രം ഒരു ആഡംബരവും ഒരു ധൂർത്തുമായി ചിത്രീകരിക്കുന്ന സ്വഭാവം, റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നബിദിനാഘോഷം നടത്തുമ്പോൾ മുജാഹിദുകൾക്കുണ്ടാകുന്ന ധൂർത്തിന്റെ ചിന്താഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടും. ഇപ്പോൾ സംസാരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ അബ്ദുൽ സമദ് അൻവരിയാണ് എന്ന് ഓർക്കണം. ഞാൻ ചോദിച്ചത് ഉസ്താദുമാർ മനസ്സിലാക്കുക, അതായത് അത് അബൂ ദുബൈലത്തെ കഥ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിച്ചത് നമ്മുടെ ഈ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ, അതായത് നമ്മൾ വളരെ പാവങ്ങളാണല്ലോ, അതായത് മുസ്ലിം സമുദായങ്ങളൊക്കെ. പക്ഷേ അതുമല്ല, നമ്മുടെ ഈ ഒരു ജുമാഅത്ത് പള്ളിയിൽ തന്നെ ശരിക്ക് ഒരു ജുമാ നടക്കാൻ പറ്റിയ, അതായത് താഴത്തെ ഹാള് വരെ ശരിക്ക് അറിയാത്തൊരവസ്ഥയിലാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ആകുമ്പോ ഇത്രയും വലിയൊരു പള്ളി എന്തിനാണ് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കോഴിക്കോട് സിറ്റിയെ കുറിച്ച് ഇത്രത്തോളം ഒരു ചുരുങ്ങിയ ചിന്താഗതിയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിന്റെ മക്ക എന്നറിയപ്പെട്ട ഇസ്ലാമിക പ്രബോധനത്തിൽ കേരളത്തിൽ എല്ലാവർക്കും ഓർമ്മയുള്ള പൊന്നാനി എന്നുള്ള സ്ഥലം, ഈ പൊന്നാനിയിലെ ജുമാഅത്ത് പള്ളി ഇന്ന് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പള്ളിയെ അതിൽ നിന്ന് ഒട്ടും താഴെയല്ല. എത്ര വലിയ പള്ളിയാണ്! പൊന്നാനി മഖ്ദൂം 500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുന്ന ആ പള്ളി, അന്നത്തെ പാവപ്പെട്ട പട്ടിണിയുടെ ഗൗരവം എത്രയാണ്! അന്നത്തെ ആ സമയത്ത് അത്ര വലിയൊരു പള്ളി നിർമ്മിച്ച്, അപ്പൊ പൊന്നാനിയിൽ പോയാൽ ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളൊക്കെ അവിടെ തന്നെ ചിന്തിക്കും, ഇതെന്താണ് സംഭവം. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമികന്റെ പ്രബോധനത്തിനിറങ്ങിയ മഹാന്മാർ ഒക്കെയും നിർമ്മിച്ചത് അങ്ങനെ തന്നെയാണ്. മാത്രവുമല്ല, കോഴിക്കോട് നിന്ന് ചെന്നാൽ, സ്റ്റാൻഡിൽ ചെന്നാൽ വലത്തും ഇടത്തും തിരിഞ്ഞാൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിർമ്മിച്ച പള്ളിയാണ് അവിടെയുള്ളത്. അവിടെ നിസ്കരിക്കുവാൻ എല്ലാവരും ഇന്ന് പുറത്താണ്. ഇനിയും കോഴിക്കോട് സിറ്റി 2, 3, 4 അങ്ങനെ പോകല്ലേ. ഇത് ഭാവിയിലേക്കും കൂടി കണ്ടുകൊണ്ടാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കുന്നത്. വീടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദീർഘവീക്ഷണം പള്ളിയും ദീനീ സ്ഥാപനങ്ങളും ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടയോ സഹോദരന്മാരെ? നാം ചിന്തിക്കണം. അതുകൊണ്ട് ആ ചോദ്യകർത്താവ് നിഷ്പക്ഷമായി കാര്യം ചിന്തിച്ചാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാർ. കൂട്ടത്തിലൊന്ന്, നമ്മുടെ ഈ കേശവിവാദം വന്നപ്പോ വളരെ ശക്തമായി രംഗത്ത് വന്ന ഒരാളാണ് നമ്മുടെ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, അല്ലേ? അയാളെ വീടൊന്നും കാണിക്കുവാനെ ഞങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഞങ്ങളെ റഡാറുകൾ ഇല്ലാത്ത സ്ഥലമുണ്ടോ? ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളല്ലേ. ഞാൻ പറയുന്നത് കണ്ടോ, അഷ്റഫ് ഫൈസിയുടെ വീടും പറമ്പും ഞങ്ങൾ അന്വേഷിച്ചു. ഏകദേശം അദ്ദേഹത്തിന്റെ വീടും പറമ്പും 1 കോടി രൂപയോളം വില വരുമത്രേ. അദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ ആ ചുവരും ആ മതിലൊക്കെ ഇങ്ങനെ കണ്ടാൽ എന്താണ്, തിരികേശത്തിന് വേണ്ടി 1 കോടി പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ വലിയ വേദനയുള്ള ആളുകൾ അതിന്റെ മതിലൊക്കെ ഒന്നും കാണിച്ചു കൊടുക്ക്. അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് അദ്ദേഹത്തിന്റെ വീടിന്റെ മതിലാപ്പതൊക്കെ ഒരാൾ താമസിക്കാൻ 1 കോടിയോളം വരുന്ന വീടുണ്ടാക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ, ഞങ്ങളെ ജീവനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം സൂക്ഷിക്കാൻ 40 കോടിയല്ല, ഞങ്ങളെ കയ്യിൽ 400 കോടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതും നൽകും കേട്ടോ. ഞങ്ങളുടെ ശരീരം മുഴുവനും ഞങ്ങളെ ഹബീബിനുള്ളതാണ്. ബിഅബീ വ ഉമ്മീ അൻത യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് വന്ന് പറഞ്ഞത്, എന്റെ ശരീരം, അതെ എന്റെ ഉമ്മയും ഉപ്പയുമെല്ലാം നിങ്ങൾക്ക് ദണ്ഡമാണ് നബിയെ. അപ്പൊ സഹോദരന്മാരെ, ഇവർക്ക് വീട് നിർമ്മിക്കാൻ ഇവർക്ക് തന്നെ ഇത്ര വലിയ കോടിക്കണക്കിന് ഉറുപ്പ്യാന്റെ വീടുണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളെ നബിയെ കുറിച്ച് പറയുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് അതൊന്നും പ്രസക്തമായ ഒരുപാട് വിഷയമുണ്ട്. മുടിയുടെ നീളം അതൊക്കെ ചോദിക്കാനില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ സനത് ചോദിച്ച് പിന്നെ ആ ചോദ്യം കണ്ടില്ല. അതൊക്കെ ഇവിടെ ആവശ്യമായ ചോദ്യങ്ങളാണ്. പ്രസക്തമായ ചോദ്യങ്ങളിലേക്ക് വരിക. നമ്മുടെ ഈ പരിപാടി ഓൺലൈനിലൂടെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുഹൈൽ, സ്ഥലം മനക്കൽ പീടിക. ചോദിക്കാനുള്ളത്, ഇവിടെ ഈ തിരുകേശവുമായി ബന്ധപ്പെട്ട് ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ, അതുപോലെ തന്നെ തിരുകേശം ഇവിടെ മർക്കസിൽ കാന്തപുരത്തിന് കിട്ടി എന്ന് പറഞ്ഞത് മുതൽ ഇവിടെ കണ്ടൊരു സ്വഭാവം, ആദ്യമായിട്ട് അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അതിനെ ആരെങ്കിലും വിമർശിക്കാനോ വിശകലനം ചെയ്യാനോ ഉദ്ദേശിച്ചാൽ ഇവിടുത്തെ കാന്തപുരത്തിൻ്റെ ആളുകൾ അതിൻ്റെ യാഥാർത്ഥ്യ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം ആ വ്യക്തിയെ സമൂഹത്തിൽ താഴ്ത്താനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഉദാഹരണത്തിന്, ആദ്യമായി ശബ്ദിച്ചവരിൽ ഒരാളായ ഒ അബ്ദുള്ള സാഹിബ് ഒരു പത്രത്തിൽ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തെ കുറെ താഴ്ത്തുകയും അങ്ങനെ. നമുക്ക് വളരെ സമയം പ്രധാനപ്പെട്ടാണ്, നിങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. ചോദ്യത്തിലേക്ക് വേഗം വരും. ഏതായിരുന്നാലും അങ്ങനെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ നടന്ന ഓരോ വിശദീകരണ സമ്മേളനങ്ങളിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഒരു ചോദ്യം ചോദിച്ചു എന്നതിന്റെ പേരിൽ അവരെ കുറ്റം പറഞ്ഞ് അവരെ വളരെ മോശമായി കാണിക്കുക ചെയ്തത്. ആ ചോദ്യം സംഭവം യാഥാർത്ഥ്യം തന്നെയാണ്. ഉദാഹരണത്തിനാണ് ചോദിച്ചത്, തിരുകേശം അത് പ്രവാചകന്റെ കേശമാണെങ്കിൽ അത് കത്തിച്ചാൽ കരിയുകയില്ല എന്ന് മുസ്ലിങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടിട്ട് നിങ്ങൾക്കതൊന്ന് കത്തിച്ച് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുകൂടെ? ചോദ്യം എല്ലാവരും കേട്ടു. ആ കുട്ടിയെ നമ്മളൊന്നും പറയുന്നില്ല. കാരണം അതിൻ്റെ ഇടക്ക് അദ്ദേഹം ഒ അബ്ദുള്ള സാഹിബിനെ ഇവിടെ നിന്ദിച്ചു എന്നാ പറയുന്നത്. ആ വെറുക്കപ്പെട്ട ജീവിക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനും ഒരു വിലയും കൽപ്പിക്കുകയില്ല. അവനോടാർക്കെങ്കിലും ഹുബുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. തേജസ് ദിനപത്രത്തിൽ ആ വെറുക്കപ്പെട്ട ജീവി എഴുതി വെച്ച ആ ലേഖനം കണ്ടിട്ട് അവനെ സാഹിബാക്കി ബഹുമാനിക്കാൻ ഈ സുന്നി സമൂഹത്തെ കിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തേത് പറയാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കത്തിക്കണം. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഈ മുടി കത്തിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രത്യേകമായ ഒരു വിഷയം പറഞ്ഞത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത് കീഴ്ശ്ശേരി വെച്ച് തന്നെ അബ്ദുൽ ഹമീദ് വെച്ച് അമ്പലക്കടവ് പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ഹദീസ്. എന്നോട് ആര് പറഞ്ഞു? എന്നോട് എം പി പറഞ്ഞു. എം പിയോട് ആര് പറഞ്ഞു? ബീരാൻകുട്ടിയാജി പറഞ്ഞു. ബീരാൻകുട്ടിയാജി കൊണ്ട് പറഞ്ഞു മൂപ്പര വാപ്പ പറഞ്ഞു. മൂപ്പര വാപ്പാനോട് താബി സ്വഹാബി. മൂപ്പർ ഇങ്ങനെ ഒരു പരമ്പര ഉണ്ടാക്കുകയാണ്. ഈ പരമ്പരയിലെ ഓരോ കണ്ണികളും സ്വഹീഹാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ ഹദീസ് സ്വഹീഹ്. ആരെങ്കിലും കളവും മറ്റും പറയുന്നുണ്ടെങ്കിൽ ഹദീസ് ലൈഫ്, അത് അംഗീകരിക്കാൻ വകുപ്പില്ല എന്ന് പ്രസംഗത്തിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞ ആളുകൾ ഇന്ന് നമുക്കറിയാം. മർക്കസിലുള്ളതിന്റെ സനദിനെ കുറിച്ച് ഭയങ്കരം ചോദ്യം ചോദിച്ച് കോട്ടക്കലിൽ വെച്ച് വലത്തോട്ട് തുപ്പുന്ന ഒരാൾ ഹദീസിന്റെ പരമ്പരയിലുണ്ടെങ്കിൽ അത് തള്ളുന്നതാണ് എന്ന് അഷ്റഫ് കണ്ണാടി പ്രസംഗിച്ചു. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഒരു ടൗവലിന്റെ ചരിത്രം പറഞ്ഞു. അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കുറച്ചാളുകൾ കയറി വന്നു. അബ്ബാദ് ബിൻ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കുറച്ചാളുകളും അവർ വീട്ടിൽ വന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടത്തിൽ അനസ് എന്നവർ പറഞ്ഞു ആ ടൗവലൊന്നും കൊണ്ട് കൊണ്ടുവരൂ, ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു എന്തിനാ ടൗവല്? അത് ഭക്ഷണം കഴിച്ചിട്ട് കയ്യും മോറൊക്കെ തുടക്കാന്. അങ്ങനെ ടൗവല് കൊണ്ടുവന്നു, ഒരു ചളി പിടിച്ച ടൗവല്. ആ ടൗവല് തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ പറഞ്ഞു. തീയിലേക്ക് ഇട്ടു, പെട്ടെന്ന് പുറത്തേക്ക് ചാടി. ഒരു പ്രയാസവും അതിനിക്കില്ല, നല്ല ശോഭിച്ച രൂപത്തിൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെറുശ്ശേരി ദീൻ മുസ്ലിം പറയാൻ ഞാൻ പറയാണ്, എനിക്ക് തോന്നുന്ന കാര്യം അത് ഓരോ മുഷാവറിന്റെ തീരുമാനമല്ല, മൂപ്പർക്ക് തോന്നുന്ന കാര്യം അപ്പം പറഞ്ഞതാണ്. അപ്പം എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാന്റെ മുഖത്തിലൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചൊരു ടൗവല് തീ പിടിക്കൂലെങ്കിൽ റസൂലുള്ളാന്റെ ഷഅർ മുബാറക് തീയിലേക്കൊന്നിട്ട് പരിശോധിച്ചുകൂടെ
ഞങ്ങൾ ചോദിക്കുന്നു, എന്റെ ഈ ചോദ്യം ചോദിച്ച വിദ്യാർത്ഥി നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ചോദിക്കൂ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാറുണ്ട്. ആ അനസ് എന്നവരെ തൊട്ട് ഉദ്ധരിച്ച ആ സംഭവം, ആ ഹദീസ്, അതിന്റെ പരമ്പരയിലുള്ള ആളുകൾ സ്വീകാര്യയോഗ്യമായ ആളുകളാണോ? ഞങ്ങൾ വളരെ ആർജവത്തോടുകൂടി അത് ചെറുശ്ശേരിയെ നിന്ദിക്കുകയല്ല, പറഞ്ഞ വിഷയം വളരെ മോശമായി, വളരെ താഴ്ന്നതുകൊണ്ടാണ്. ആ ഹദീസ് സ്വഹീഹാണെന്ന് തെളിയിക്കാൻ ആ ഭാഗത്തുള്ള എല്ലാവരെയും കൂട്ടിക്കോളൂ. ഇലാ യൗമിൽ ഖിയാമ അതൊരു സ്വീകാര്യമായ ചരിത്രമാണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. സഹോദരന്മാരെ, റസൂലുള്ള ഉപയോഗിച്ച ടവൽ എങ്ങനെ പിന്നെ അനസൊന്നൊരു മുഖം തുടക്കാൻ ഉപയോഗിക്കാം? റസൂലുള്ളാന്റെ ടവൽ എങ്ങനെ ഈ ചളി പിടിക്കുന്നത്? റസൂലുള്ളാന്റെ പ്രത്യേക സാധനം സൂക്ഷിക്കലല്ലേ, പിന്നെ ഇങ്ങനെ ചളി പിടിക്കുക? ആ ചരിത്രം തന്നെ അതിന് നിരക്കാത്തതാണ്. 2, അബ്ബാദ് ബിൻ അബ്ദുസ്സമദ് എന്ന് പറയുന്ന അതിന്റെ പരമ്പരയുള്ളവൻ കടുത്ത ഷിയാ വിശ്വാസമുള്ളവനാണ്. ഈ ഷിയാക്കള് പറഞ്ഞ കള്ളക്കഥകളുമായിട്ടാണ് ഷഅറു മുബാറക്കിനെ എതിർക്കാൻ വരുന്നത്. ഈ ചുരുക്കത്തിൽ ഷഅറു മുബാറക്കിന്റെ സനദിന്റെ സ്വീകാര്യതയ്ക്ക് വലിയ ശബ്ദമിടുന്നവർ അതിനെ എതിർക്കാനും ചോദ്യം ചെയ്യാനും വേണ്ടി കൊണ്ടുവന്ന ഹദീസ് വളരെ ദുർബലമാണ്. അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, തീകുണ്ടാരത്തിലേക്ക് ഇടാനുള്ള ആഹ്വാനം കൊടുത്തത് ചെറുശ്ശേരിയാണ്. അതിന് ലാക്കാക്കിയ ചരിത്ര സംഭവം ഇതാണ്. ആ സംഭവത്തിന് യാതൊരു നിലനിൽപ്പുമില്ല. അതുകൊണ്ട് ആഹ്വാനം ഞങ്ങൾ പടിക്ക് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ചോദിച്ചോളൂ. അപ്പൊ ഇതൊക്കെ വളരെ അപകടമാണ്. അതാണ് ഉസ്താദ് ഓർമ്മപ്പെടുത്തി. കരിക്കണം എന്നൊന്നും പറയാൻ പാടില്ല. ഇത് ആരുടെ ശരീരമാണ്? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വന്തം ശരീരം കരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടോ സഹോദര? എന്നാൽ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, റസൂലുള്ളാഹി തങ്ങൾ മുഅ്മിനീങ്ങളോട് ബന്ധപ്പെട്ട് അവരെ ശരീരത്തെക്കാൾ അവർക്ക് ബന്ധമുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ഞങ്ങളെ ശരീരം കരിച്ചാലും ഞങ്ങളെ ഹബീബിന്റെ ശരീരം കഴിക്കാൻ ഞങ്ങൾ വിട്ടുതരികയില്ല. ഞങ്ങളെ മുൻഗാമികളെ വിശ്വസിക്കുന്നു. മുൻഗാമികൾ വന്നിട്ട് ഇത് ഹബീബിന്റെ മുടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹദീസിലുണ്ട്, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, അംബിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല. അപ്പൊ ഇനി അത് പരിശോധിക്കണമെങ്കിൽ ഖബർ മാന്തിയിട്ട് നോക്കണമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ആ ഹദീസ് കണ്ടാൽ ഞങ്ങൾ വിശദീകരിക്കും. പിന്നെ അങ്ങനെയും വേറെ കുറെ ചരിത്രങ്ങളുണ്ട്. ഇത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വലിയ ഒരു വിഷത്തിന്റെ കുപ്പി കൊടുത്ത് കുടിക്കാൻ പറഞ്ഞു. ഖാലിദ് തങ്ങൾ ബിസ്മി ചൊല്ലി കുടിച്ചു. നിങ്ങൾ അപ്പുറത്തെ സെക്രട്ടറി ആണല്ലോ കരിക്കണം എന്ന് പറഞ്ഞത് അല്ലെ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മൂപ്പര് സെക്രട്ടറി ആവാൻ പറ്റോ ഇല്ലേ? മൂപ്പർക്ക് ഈമാണ്ടോ ഇല്ലേ? ഞങ്ങൾക്ക് സംശയമാണ്. നിങ്ങളൊന്ന് തീർത്തു തരണം. അതെങ്ങനെയെന്നറിയോ? നല്ല ഒരു വിഷത്തിന്റെ കുപ്പി ഞങ്ങളങ്ങ് കൊടുന്നേരാ, നിങ്ങളെ സെക്രട്ടറി ഒന്ന് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അശറങ്ങ് തീർന്നു വരും, ചിലപ്പോ ഒന്ന് കാണും ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് ഹബീബിന്റെ മുടി കരിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഇയാളെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി വിഷം കുടിക്കാനും ഇയാൾ തയ്യാറാകണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. കൂട്ടത്തിൽ ഒന്നും കൂടി പറയാണ്, കാരണം പലർക്കും പല സംശയം ഉണ്ടാവും. ഈ മറുപടി ഇങ്ങനെ വന്നപ്പം ചെറുശ്ശേരി ഉസ്താദ് പിന്നെ ചെമ്മാട്ടത്ത് പിന്നെയും പറഞ്ഞ്, ഇനി റസൂലുള്ളാന്റെ ഉറപ്പുള്ള മുടിയാണെങ്കിൽ ശെക്കുള്ള മുടി അടക്കട്ടെ, അതിന് കൂട്ടത്തിനൊന്ന് മനസ്സിലാക്കട്ടോ. ബഹാവുദ്ദീൻ കൂരിയാണ് 100% ഉറപ്പാണ് കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചത്. 100% വ്യാജമാണ്. മൂപ്പര ശിഷ്യൻ അലവിക്കുട്ടി ഹുദയ്ക്ക് 101% ഉറപ്പാണ്. പക്ഷെ അവരൊക്കെ ഗുരുവര്യരായ ചെറുശ്ശേരി ഉസ്താദ് പരിശോധന ഉറപ്പുള്ള കാര്യം ഇനി പരിശോധിക്കണം. സംശയത്തിലാണ്, അവിടെയാണ് ഗൗരവം. സംശയമുള്ള ഒരു മുടിയെക്കുറിച്ച് വ്യാജമാണെന്ന് പറയാനൊക്കുമോ? അത് പറയാൻ പാടില്ല, ഗൗരവമാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞു, ഇനി ഉറപ്പുള്ള മുടിയാണെങ്കിൽ തന്നെ എന്താ തീയെ കണ്ടാൽ ആ മ്യൂജിയത്ത് ഇങ്ങനെ കാണാലോ എന്താ. അപ്പൊ മുമ്പ് ഒരു ചങ്ങായി കക്കൂസിക്ക് ഇറങ്ങുന്നുണ്ട്. എന്താടാ ഇങ്ങനെ കക്കൂസിൽ കയറി ഇറങ്ങണേ? അത് കയറുമ്പോ അടുത്ത് വെക്കായി ഇറങ്ങുമ്പോ വലത്ത് വെക്ക, ഈ സുന്നത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മറുപടിയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ പാടെ അമ്പിയാക്കളെ ശരീരം ടെസ്റ്റ് മ്യൂജിയത്ത് കാണാൻ വേണ്ടിയാണ്ട് തീയിക്കിടാൻ തന്നാ പിന്നെ അമ്പിയാക്കൾക്ക് തീയിന്ന് നീക്കാൻ നേരം ഉണ്ടാവോ? ഫുൾ ടൈം മ്യൂജിയത്താണല്ലേ നേരം ഉണ്ടാവുള്ളൂ. അതാ ഞങ്ങൾ ഈ പറയുന്നത്. ഇവിടെ ഈ പറയുന്നത് ഞങ്ങൾ അവരെ നിന്ദിക്കുകയോ അവരെ എതിർക്കുകയോ അല്ല. പറയുന്ന ആശയം വലിയ കണക്കിന്റെ മാറ്റമൊക്കെ തന്നെയാണ്. പക്ഷെ 5 5 8 പറഞ്ഞ ആരെങ്കിലും കിട്ടുമോ? ഇനി അതില്ല. ആ പറഞ്ഞ വിഷയം തെറ്റാണ് എന്ന് എവിടെയും എങ്ങനെയും പറയും. ഇത് പ്രത്യേക ആദർശത്തിന്റെ ബോധമാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കുവാനുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇക്ബാൽ, സ്ഥലം വേങ്ങര. ഷഹറ മുബാറക്കുമായി ബന്ധപ്പെട്ട് കേരളത്തുടനീളം ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും മുഖാമുഖമൊക്കെ നടക്കുമ്പോൾ സത്യത്തിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കാന്തപുരത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളോ അല്ലെങ്കിൽ അദ്ദേഹം ലോകത്തെവിടെ സഞ്ചരിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. ജനങ്ങൾക്ക് ആവശ്യമുള്ളത്
മുടി ഷെറെ മുബാറക്ക് എന്ന് നിങ്ങൾ പറയുന്ന മർക്കസിൽ സൂക്ഷിക്കപ്പെടുന്ന ആ മുടിയുടെ സനത് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ സനത് നിങ്ങൾ ഒരു വിഭാഗം പറയുന്നത് അത് സനതാണെന്നും മറ്റൊരു വിഭാഗം ചോദ്യം കഴിയട്ടെ കുടുംബ പരമ്പരയാണെന്നും മറ്റൊരു കൂട്ടർ പറയുന്നുവെങ്കിൽ ഇതിൽ ആര് പറഞ്ഞതാണ് ശരി എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ സമൂഹത്തിന്റെ മുന്നിൽ ഈ സനത് വായിച്ചു കേൾപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കോ പ്രസക്തിയില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. അപ്പൊ സനത് കിട്ടിയ നിങ്ങൾ അംഗീകരിക്കാൻ റെഡിയാണോ? ഒന്ന് കൊടുക്കി, റെഡിയാണോ? സനത് പരിശോധിച്ച ശേഷം മാത്രമേ ആരാ പരിശോധിക്കാൻ ഈ കേരളത്തിലുള്ള പണ്ഡിതന്മാർ തയ്യാറാവണം. ആഹാ, അപ്പൊ പണ്ഡിതന്മാർ ഇതുവരെ തയ്യാറായില്ല. ഞങ്ങൾ വായിച്ച സനത് ഒന്ന് പരിശോധിക്കാം. സനത് സമർപ്പിച്ചതിന് ശേഷം ആ സനത് ഇവിടെ സമർപ്പിച്ച സനത് ഒന്ന് വായിക്കാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇനി സനത് ഉണ്ടോ എന്ന് വെച്ച് ഞങ്ങൾ മുട്ടുകുത്തിക്കാൻ നോക്കേണ്ട, സനത് വായിക്കാൻ പോവാണ്. എന്താണെന്നറിയോ, ഈ സനത് ഞങ്ങളിവിടെ സമർപ്പിച്ച സനതാണ്, പറഞ്ഞ സനതാണ്, എപ്പോഴും പറയാൻ തയ്യാറുമാണ്. ഓരോ നിങ്ങൾ അംഗീകരിച്ചു തന്നാൽ അടുത്ത ഓരോന്ന് സനത് ഞങ്ങൾ വരിക്ക് വായിക്കും. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ താജുൽ ഉലമയുടെ മക്കളാന്ന് മറക്കണ്ട. ഇതേതാ സനത് അറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മുതൽ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര നോക്കിക്കോ. ഈ പരമ്പരയുടെ ഒന്നാമത്തെ ആള് അശ്ശൈഖ് അബൂബക്കർ അഹ്മദുൽ മലൈബാരി ആണ്. അതിന്റെ 29ാമത്തെ ആൾ ഖുത്ബുൽ ഖുതാബ് അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആണ്. അതിന്റെ 45ാമത്തെ ആൾ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അതേ 46ാമത്തെ ആൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ത് പറയാണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മൈക്കോടുക്കാളെന്ന് പറയട്ടെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന മുടി അല്ലല്ല, ഈ സനദിനെ കുറിച്ച് എന്ത് പറയാണ്ട്? അതെ പറയാം. ഈ മുടി കൊണ്ടുവന്നിരിക്കുന്നത് അഹമ്മദ് ഹദ്റജിയുടെ അടുക്കൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ സദസ്സെന്ന് ആരും പറയണ്ട, ഇത് മൂപ്പരെ കൊണ്ട് നമ്മൾ തന്നെ വഴി ഉണ്ടാക്കും. ഇപ്പൊ വായിച്ച സനദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? അഹമ്മദ് ഹദ്റജ് അടുക്കൽ കൊണ്ടുവന്ന അതൊക്കെ അടുക്ക്. ഞാൻ വായിച്ചു മർക്കസിലുള്ള മുടിയുടെ സനദാണ് ഞാൻ വായിച്ചത്. ഈ സനദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മുടിയുടെ സനദ് സ്ഥിരപ്പെടണമെങ്കിൽ അഹമ്മദ് ഹദ്റജിയുടെ അഹമ്മദ് ഹദ്റജി എല്ലാം വിഷയം പറയാം. നിങ്ങൾ അഹമ്മദ് ഹദ്റജിയുടെ അടുക്കൽ നിന്നാണ് നിങ്ങൾ മുടി കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അഹമ്മദ് ഹദ്റജിന്റെ അടുക്കൽ ഇത്ര മുടി എങ്ങനെ വന്നു എന്ന് നിങ്ങൾ വ്യക്തമാക്കും. അത് ഞാൻ പറയാം, അത് നിങ്ങളെ കൊണ്ട് തന്നെ പറയും. അതിന്റെ മുമ്പ് ഞങ്ങൾക്കൊരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ വായിച്ച സനത് നിങ്ങളൊന്ന് അംഗീകരിക്കണം. എന്നിട്ട് ബാക്കി ഞാൻ കൊടുക്കുമോനെ ഇതാ ഇങ്ങോട്ടേക്ക് വായിക്കട്ടെ മുപ്പരൊന്ന്. ഞങ്ങൾ വായിച്ച സനദിന് എന്താ കുഴപ്പം അതുകൊണ്ട് പറയും. ഞങ്ങളിതൊക്കെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായി നടക്കാൻ തുടങ്ങിയിട്ട്. അവെല്ലാരും ശ്രദ്ധിച്ചോ, അയാളൊന്ന് പരിശോധിക്കട്ടെ ഈ സനദിൽ എന്താണ് കുഴപ്പം. ഞങ്ങൾ ഓരോന്ന് ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അഹ്മദ് ഹദ്റജി പറഞ്ഞ് ഞങ്ങൾ വിശദീകരിക്കാം, മുടിയുടെ നീളം ഞങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ സനദൊന്ന് പരിശോധിക്കട്ടെ. നിങ്ങൾക്ക് എത്ര സമയം വേണം നിങ്ങൾക്ക് എത്ര സമയം വേണം പറ. എല്ലാരും ഇരിക്കാം. സനദ് ചോദ്യകർത്താവിന്റെ കൈകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അയാളതൊന്ന് വായിക്കട്ടെ, സമുദായം കേൾക്കട്ടെ. നിങ്ങൾ ഒരുപാട് കാലമായി സനദില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് കാന്തപുരം ഉസ്താദ് മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ നിങ്ങളൊന്ന് വായിക്ക് വേഗം വായിക്കും. അല്ല നിങ്ങൾ പിടിച്ചോടുത്ത അയാൾ വായിക്കട്ടെ. സദസ് എല്ലാവരും ഒന്ന് അനങ്ങിക്ക്. അയാളൊന്ന് വായിക്കാൻ പോവാണ് കേട്ടോ. എവിടെയാണ് ഈ സനദിൽ കുഴപ്പം? ആ സനദൊന്ന് അംഗീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അടുത്ത സനദ് വായിക്കും, ഉറപ്പാ. അത് നിങ്ങൾ വായിക്കും.